കേന്ദ്ര ബഡ്ജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് MP മീഡിയ വണ്ണൊപ്പം ചേരുന്നു. മധ്യവർഗത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് എന്നുള്ള പറയുകയാണ്. എന്താണത്? അല്ല, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സിൽ ഇളവ് വരുത്തിയിരിക്കുന്നു, അതിൻ്റെ ലിമിറ്റ്, അതിൻ്റെ സ്ലാബിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു മധ്യവർഗം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചുള്ളത്. പക്ഷേ ആത്യന്തികമായി ഒരു രാജ്യത്തിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ധനകാര്യമന്ത്രി പ്രസംഗം തുടങ്ങുന്നതിന് പറയുന്നത് 4 ചാലക ശക്തികൾ, 4 എഞ്ചിൻസ് എന്നാണ് പറഞ്ഞത്. കാർഷിക മേഖല, ചെറുകിട ഇടത്തരം സൂക്ഷ്മ വ്യവസായ മേഖല, നിക്ഷേപം തുടങ്ങി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ 4 ചാലക ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ബജറ്റിൽ ലക്ഷ്യം വയ്ക്കുന്നത്. കാർഷിക മേഖലയാണ് ഒന്നാമത് പറഞ്ഞത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്താണ് കുറേ പദ്ധതികളും പരിപാടികളും സ്ഥിരം പറയുന്ന പോലെ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇന്ന് കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? കർഷകർ സമരം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്? പുതിയ പദ്ധതികൾക്ക് വേണ്ടിയല്ല. അവരധ്വാനിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, ന്യായവില പ്രഖ്യാപിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കണം? ദേശീയ കാർഷിക കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമുല അനുസരിച്ച് C2+50% എന്ന് പറയുന്ന ആ ഫോർമുല അനുസരിച്ച് പ്രഖ്യാപിക്കുക. പ്രഖ്യാപനം പോരാതെ ഞങ്ങൾക്ക് നിയമവിധേയമാക്കി തരണം. ഇതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നെ പുറകോട്ട് പോകാൻ പറ്റില്ല. പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഒന്നാം സമരത്തിൽ 700 പേര് മരിക്കുകയും ഇപ്പോഴും ദല്ലേവാൽ ഉൾപ്പെടെ മരണത്തെ അവിടെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് പെൻഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ അവരുടെ കടബാധ്യതകൾ എഴുത്തില്ല. ഇവിടെ വൻകിട കോർപ്പറേറ്റുകളുടെ എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കിയ ഗവൺമെൻറ് എഴുതിത്തട്ടിയുള്ളത്. ചെറുകിട ഇടത്തരം കർഷകരുടെ ന്യായമായിട്ടുള്ളൊരാവശ്യമാണ് അവർക്ക്. ഇന്ന് കിട്ടുന്ന വില കൊണ്ട് അല്ലെങ്കിൽ ആ വരുമാനത്തിൽ നിന്ന് അവർക്ക് ഈ കടബാധ്യതയിൽ എഴുതിത്തള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടച്ചു തീർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത് എഴുതിത്തള്ളണമെന്നുള്ള അവരുടെ ആവശ്യം. അപ്പോൾ അത് ഒന്നും പരിഗണിക്കാൻ ധനകാര്യമന്ത്രി തയ്യാറായിട്ടില്ല. കേരളം മുന്നോട്ട് വെച്ച 14 ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിച്ചിട്ടില്ല. വളരെ മർമ്മപ്രധാനമായ റബ്ബറിൻ്റെ വില, മനുഷ്യ വന്യജീവി സംഘർഷം, വിഴിഞ്ഞത്തിൻ്റെ വികസനം, കേരളത്തിന് വേണ്ട സാമ്പത്തിക പാക്കേജ് 24,000 കോടി രൂപയുടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാത്രം പറയുന്നൊരു സാഹചര്യം അതാണ്. ബീഹാറിൻ്റെ പേര് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിന് പല പല പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു കക്ഷി ഭരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതം എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. അങ്ങനെയല്ലല്ലോ ഒരു കേന്ദ്ര ഗവൺമെൻറ് ബീഹാറിന് കൊടുത്തുകൊള്ളട്ടെ, നമുക്ക് ആർക്കും അതിനകത്തൊരു പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, വളരെ നിർണായകമെന്ന് തോന്നുന്ന, പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും പരിഗണിക്കണ്ടേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിയാണ്. കേരളത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മുടെ നാഷണൽ എക്സ്ചക്കർ, ദേശീയ തലത്തിലുള്ള വികസന കാര്യങ്ങളിലൊക്കെയുള്ള കേരളത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിലൊന്നിലും ഒരു പരിഗണനയുമില്ല, അതേക്കുറിച്ച് ഒന്നും മിണ്ടാട്ടമില്ല. മറിച്ചിവിടെ ഈ ഒരു കാര്യം മാത്രം, ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കുറേ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറം വളരെ നിർഭാഗ്യകരമാണ് 2 കാര്യങ്ങൾ. ഇപ്പോൾ സ്ലാബ്, ഇൻകം ടാക്സിൻ്റെ സ്ലാബ് ഉയർത്തിയത് നല്ല കാര്യമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് ചെയ്തത്, അത് പരിപൂർണ്ണം എടുത്തത് വളരെ നല്ല കാര്യമാണ്. നല്ലതിന് നമ്മളെപ്പോഴും നല്ലതായിട്ട് തന്നെ കാണും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട, ഈ രാജ്യത്ത് ആര് ഭരിച്ചാലും അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കാർഷിക മേഖലയും സാധാരണക്കാരായ കർഷകരെയുമാണ്. കാരണം അവരാണ് ഈ രാജ്യത്തിൻ്റെ നട്ടല്ലേ എന്ന് പറയുന്നത്. അത് പരിഗണിക്കാൻ അവഗണനയ്ക്കെതിരെ എങ്ങനെയാണ് പ്രതിഷേധം തിങ്കളാഴ്ച ഇനി പാർലമെന്റ് ആലോചിക്കുന്നു. മിക്കവാറും ഞങ്ങൾ UDF MPമാർ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തന്നെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും സംഘടിപ്പിക്കും. പ്രാദേശികമായി സംസ്ഥാന തലത്തിൽ പ്രക്ഷോഭങ്ങളും ഇതെല്ലാം ഉണ്ടാകും. UDFൻ്റെ മലയോര ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കാര്യങ്ങളെല്ലാം പ്രതിഫലിക്കും. എന്തായാലും കേരളത്തിനെതിരായ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെ ഫ്രാൻസിസ് ജോർജ് MP മീഡിയ വണ്ണോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് PR, മീഡിയ വൺ.